എന്തുകൊണ്ട് സൂര്യ കംബാക്ക് അടിക്കുന്നില്ല? സ്ക്രിപ്റ്റ് സെലക്ഷൻ. രജനി പോലത്തെ പടങ്ങൾ എന്തുകൊണ്ട് പിന്നീട് ചെയ്യുന്നില്ല? രജനി പോലുള്ള സിനിമകൾ ചെയ്യാൻ രജനീകാന്ത് ഇല്ലേ, പിന്നെ അതെന്തിനു സൂര്യ ചെയ്യണം? എടാ അതല്ല, സൂര്യ മൊട്ടയടിച്ചിട്ട് മറന്നുകൊണ്ട് പടം ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി. എടാ അത് ജെമിനി. അത് വിക്രമിന്റെ, ഇത് ഗജിനി. ഗജിനി. എന്തുകൊണ്ടാണ് കേരളത്തിൽ 100% സാക്ഷരത കൈവരിക്കാത്തത്? എനിക്കതിനെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. അതെന്തോന്ന് മനസ്സിലായില്ലല്ലേ? തോന്നി. എന്ന് നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ചർച്ചകൾ തുടരട്ടെ. എനിക്കും അറിയില്ല അതിനെ പറ്റി. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കൂ. നമ്മൾ യുവാക്കൾ ഇങ്ങനൊന്നും ഇരിക്കേണ്ടവരല്ല. എന്റെ ഒരു റെസ്പെക്റ്റീവില്, ഒന്നുകൂടെ പറഞ്ഞേ. വീക്ഷണത്തില് കേരളത്തിലെ യുവാക്കളെല്ലാം ബിസിനസ് സംഭാരകരാവണം. സംഭാരമല്ല മോര്, എടാ സമ്പർക്കം. ബിസിനസ് സംരംഭകർ. ഓ അതൊക്കെ പോട്ട്. ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൗണ്ട് ഇല്ല. മെയിൻ പ്രശ്നം അതൊന്നുമല്ല. പെട്രോൾ പമ്പിൽ പോയാൽ പെട്രോൾ അടിക്കാൻ പറ്റില്ല, ചാർജ് കുത്തണം. ഒരു തവണ സുധീഷിന്റെ വണ്ടി എടുത്തോണ്ട് പോയി ഞാൻ ചമ്മിപ്പോയി. അല്ല, ഇതൊക്കെ ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നമുക്കും അറിയൂ, അതല്ലേ പറയാൻ പറ്റൂ. എന്താടാ പണ്ടത്തോലൊന്നും ചർച്ച ചെയ്യാൻ പറ്റാത്തത്? ചർച്ച അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓ, ഈ മാസത്തെ വാടക ഞാൻ കൊടുക്കണമായിരിക്കും. ഓഫ് കോഴ്സ്. ചർച്ച അവസാനിച്ചിരിക്കുന്നു, കൈയടിക്കൂ. നിർത്തടാ. നിനക്കൊക്കെ ചെലവ് വന്നിട്ട് എന്റെ വീട്ടിലെ ചെലവ് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എടാ, ജീവിതമാകുമ്പോ ഒരറ്റവും മറ്റേ അറ്റവും കൂട്ടിമുട്ടിക്കണം. അവിടാണ് നിന്റെ വിജയം. നീയൊക്കെ അതിന്റെ ഇടയിൽ ഇരിക്കുന്നോണ്ട് എനിക്കത് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. ഓഹോ, അപ്പൊ നീ ഞങ്ങളെ കൂട്ടുകാരായിട്ടല്ലേ കാണുന്നത്? ബാടാ, നീ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കൂല. നിർബന്ധിക്കുന്ന പോലും ഇല്ലവൻ. എന്ത് പോകുന്നില്ലേ? കഴിച്ചിട്ട് പോവാ ഇല്ലേ? 3 ഞെട്ടിക്കൽ ബിരിയാണി ഓർഡർ ചെയ്തതാ. ഇപ്പൊ നെട്ടിയാ? നീ ബിരിയാണി അയച്ചെന്നങ്ങ് വിചാരിച്ചാ മതി. എന്നാ ഞങ്ങള് വാടക തന്നു എന്ന് വിചാരിച്ചൂടെ? എടാ, നിനക്കൊക്കെ വേണ്ടി ചെലവാക്കിയ പൈസ വല്ല പാവപ്പെട്ടവർക്കും കൊടുത്താണെങ്കിൽ പുണ്യെങ്കിലും കിട്ടിപ്പോയനെ. എന്നാ ഒരു സത്യം പറയട്ടെ, ഞങ്ങളും പാവപ്പെട്ട വീട്ടിലെ അല്ലേ? നിനക്കും കിട്ടുവളിയാ പുണ്യം. എടാ, എനിക്ക് നിന്നെയൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിനക്കൊരു തുണ കോണ. ഇനി എന്തായാലും വേണമെങ്കിൽ തനി വാങ്ങിച്ചു തിന്നോണം, മുടിപ്പിക്കാനായിട്ട്. സ്വന്തം കാശിന് തിന്നാനാ? അപ്പൊ തിന്നണ്ടെന്ന്. ഇവിടെ വേറൊരു സാധനം ഇരിപ്പുണ്ട്. കൈയിടല്ല എനിക്ക് ഇത് കണ്ട, വേഗം ഉണ്ടാക്കി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണിക്കൊന്നും പോണ്ട, നമുക്ക് തിന്നാനുള്ളതൊക്കെ ദൈവം തരും. തരും. നോക്കി